അതേസമയം അനീഫ് കായക്കൊടി പറഞ്ഞു, ജിന്നിനെ വിളിച്ചാൽ സഹായിക്കൂല, സക്കരിയ സലായിക്ക് തന്നെ അറിയാം. പിന്നെ ഈ ജിന്നിനെ വിളിച്ച് സായം താടാൻ ഇങ്ങനെ സ്ഥാപിക്കണം എന്തിനാന്നറിയോ? ഞാൻ ഇവിടെ സ്ഥാപിച്ചോ സായം താടാൻ പാടില്ല, ഹറാമാണെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നിട്ടും പറയാം നമ്മൾ സ്ഥാപിക്കുന്നു. എന്തിനാ? റുഖിയ നടത്തുമ്പോ ജിന്നുബാധയോ സിഹിർബാധയോ മറ്റ് രോഗങ്ങളോ ഉള്ളവർക്ക് മന്ത്രിച്ചു കൊടുക്കുമ്പോ ആ ജിന്നുബാധയുള്ള ആളിൽ നിന്ന് ഒരു ജിന്ന് ഹാജറാകുമ്പോ ആ ജിന്നിനോട് സഹായം തേടാൻ വേണ്ടിയാണ് ഇവർ ഇത് കൊണ്ടുവരുന്നത് എന്നൊരു പച്ചക്കളവ് കൂടി പറയുന്നുണ്ട്. വാസ്തവത്തിൽ ഞാൻ അങ്ങനെ പുഴയിൽ വീണ വിളിക്കണ കാര്യം പറഞ്ഞിട്ടേ ഇല്ല. സംഗതി എന്താണെന്നറിയോ? ഉമർ മൗലവിയുടെ തൗഹീദാണ് ഞങ്ങളുടെ അടുക്കലുള്ളത്. എന്നിട്ട് പറഞ്ഞു, ജോസഫ് പുഴക്കരയിൽ നിൽക്കുന്നു, പുഴയിൽ വീണൊരാൾ ജോസഫേട്ടേന്ന് രക്ഷിക്കണേന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല. ജോസഫ് വെള്ളത്തിൽ ചാടുന്നതും എന്നെ കൈപിടിച്ച് രക്ഷിക്കുന്നതും കാണുന്ന മാർഗത്തിലൂടെയാണ്, അതുകൊണ്ടത് ശിർക്കല്ല. അതേസമയം മൊയ്യദ്ദീൻ ശൈഖിനെ വിളിച്ചാലോ മൊയ്യദ്ദീൻ ശൈഖ് വരുന്നതും രക്ഷിക്കുന്നതും കാണാത്ത മാർഗത്തിലൂടെയാണ്, അതുകൊണ്ടത് ശിർക്കാണ്. ഇത് പറഞ്ഞിട്ട് ഈ അനസ് മൗലവി ഇപ്പൊ പറഞ്ഞല്ലോ, സാന്നിധ്യം ഉറപ്പിച്ച് ശബ്ദം കേൾക്കുന്ന ദൂരത്തുണ്ടെന്ന് സാന്നിധ്യമുണ്ടെന്ന് പറഞ്ഞാൽ ചോദിക്കുന്നതിന് കുഴപ്പമില്ല, തെറ്റില്ല, അഭിപ്രായ വ്യത്യാസമില്ല. കേട്ടില്ലേ? ആ ജാതി കേട്ട ഒരാള് ഒരു കുസൃതി ചോദ്യം, അങ്ങനെ എന്റെ ശബ്ദം കേൾക്കുന്നിടത്ത് ഈ പുഴക്കരയിൽ ഒരു ജിന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ജിന്നെ എന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റുമോ? പാടില്ല, ഹറാമാണ്, ശിർക്കിലേക്കുള്ള മാർഗമാണത്. അപ്പോൾ ഇയാൾ വിടുന്നില്ല. ശിർക്കാവോ? ശിർക്കിലേക്കുള്ള മാർഗമാണ്, ഹറാമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ഒരാൾ ചെയ്തു, എന്നാ അയാൾ ശിർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞ അയാൾ ഇസ്ലാമെന്ന് പുറത്തു പോകണം, ശിർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റൂല. കണ്ടോ, ശിർക്കല്ലാത്തൊന്നും ഇല്ല ഇസ്ലാമില്. ഹറാമായ ഒരു കാര്യം ഒരാൾ ചെയ്യോ? ശിർക്കിലേക്കുള്ള മാർഗരണത്തിന് അടുക്കും അങ്ങോട്ടൊരു മുഅ്മിൻ. എന്നിട്ട് അതൊരാൾ ചെയ്താൽ അത് ശിർക്കാകുമെന്ന് ചോദിക്കുക. അതെന്തിനാ ചോദിക്കണെന്ന് അറിയോ? അത് ശിർക്കാണ് എന്ന് പറഞ്ഞാൽ അപ്പൊ ചോദിക്കും, അപ്പൊ യാ ഇബാദല്ലാ എന്ന് വിജനമായ മരുഭൂമിയിൽ വെച്ച് ഇമാം അഹ്മദും ഇമാം നബവിയും തൊബ്രാനിയും ബൈഹഖിയും ഒക്കെ വിളിക്കാന്ന് പറഞ്ഞല്ലോ, അപ്പൊ അവരൊക്കെ ശിർക്ക് പ്രചാരകരാണോ? അപ്പൊ ഞാൻ അതും ശിർക്കാന്ന് പറയേണ്ടി വരും. അപ്പൊ മുൻഗാമികളൊക്കെ ചെയ്ത് ശിർക്കാൻ സമ്മതിക്കേണ്ടി വരും. അപ്പൊ ചോദിക്കും, 2012 വരെ നിങ്ങൾ ശിർക്കല്ല എന്നാണല്ലോ പറഞ്ഞത്, അപ്പൊ ഞങ്ങൾ മാറ്റി അതും പറഞ്ഞു. ഇതൊക്കെ പിറകെ ചോദ്യം വരാനുള്ളത് കൊണ്ടാണ് ഞാൻ സൂക്ഷ്മതയ്ക്ക് വേണ്ടി പറഞ്ഞു അത് ഹറാമാണ്, പാടില്ലാത്തതാണ്. പക്ഷെ ഇപ്പോൾ പറയുന്നെന്താ? അത് അനുവദനീയാന്ന് സക്കരിയ പറഞ്ഞു എന്നാ. ഈ വിചിന്തനത്തിലുള്ളതാ. ഈ വിചിന്തനം വായിച്ച ഒരാൾ എന്താണ്? പ്രാണരക്ഷാർത്ഥം പുഴയിൽ വീഴുമ്പോ ജിന്നിനെ വിളിച്ചാൽ അത് ശിർക്കല്ല, അത് വരുത്തി തീർക്കാണ്. ഈ രൂപത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലുകളാണ് നടക്കുന്നത്. ഞാൻ ആ വിഷയം പറഞ്ഞു എന്ന് കേട്ടോളൂ. പിന്നെ അഭൗതിക സൃഷ്ടികളല്ലേ, അഭൗതിക സൃഷ്ടികളോട് സഹായം ചോദ്യ ശിർക്കല്ലേന്നാ നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഈ അഭൗതികം, അദൃശ്യം, കാര്യകാരണ ബന്ധത്തിന് അതീതം, ഇതൊക്കെ ഒരേ അർത്ഥത്തിലാണ്. അതൊന്നും കണ്ണ് കാണാത്തതെന്നുള്ള അർത്ഥത്തിലല്ല. ഇപ്പോ ഇവിടെ ഉദാഹരണം പറഞ്ഞു, ഉമർ മൗലവിയുടെ തൗഹീദാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്താണ്? പുഴയിൽ വീഴുന്ന സന്ദർഭത്തിൽ കരക്കുള്ള ജോസഫേ എന്ന് വിളിച്ചാൽ അത് ശിർക്കല്ല. കാരണം ജോസഫ് വരുന്നതും നീന്തി വന്ന് രക്ഷപ്പെടുന്നതും നമ്മൾ കാണുന്ന മാർഗത്തിലാണ്. മൊയ്തീൻ ശൈഖേ എന്ന് വിളിച്ചാൽ ശിർക്കാണ്, കാരണം അത് കാണാത്ത മാർഗത്തിലാണ്. ഈ അദൃശ്യം എന്നതിന് കണ്ണ് കാണാത്താന്ന് അർത്ഥം അല്ല. അത് മാത്രമല്ല, അതിനർത്ഥം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കുക എന്നാണ്. മനസ്സിലായില്ലേ? ജോസഫ് സഹായിക്കുന്നത് മനുഷ്യൻ അള്ളാഹു കൊടുത്തിട്ടുള്ള കഴിവിന്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ടാണ് ജോസഫിനോട് നമ്മൾ ചോദിക്കുന്നതും. മൊയ്തീൻ ശൈഖിനോട് ചോദിച്ചാൽ മൊയ്തീൻ ശൈഖ് മരിച്ച ആളാണ്, അയാൾക്ക് അങ്ങനെ കഴിവില്ല, ഇല്ലാത്ത കഴിവാ ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ അഭൗതിക വിശ്വാസം വരും, അഖ്സാ ഗായത്തിൽ ഖുദൂഉ വരും. കരക്ക് നിൽക്കുന്ന ജോസഫിനോട് ചോദിച്ചാൽ അഖ്സാ ഗായത്തിൽ ഖുദൂഉ വതദല്ലുൽ വരൂല. അവിടെ ഒരു ജിന്നുണ്ടെങ്കിലോ, ജിന്നുണ്ടെങ്കിൽ മനസ്സിലാവില്ല എന്ന് നമ്മൾ തന്നെ പറഞ്ഞു. ഇനി ഒരാൾ അങ്ങനെ അവിടെ ഒരു ജിന്നു ഉണ്ടെങ്കിൽ എന്നെ കരക്കേറ്റ് രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അത് പാടില്ലാത്ത ഹറാമായ വിളിയാണത്, ശിർക്കിലേക്ക് പോകുന്ന വിളിയാണ്. പക്ഷെ ആ വിളി കൊണ്ടാൽ ഇസ്ലാമിന്ന് പുറത്തു പോകൂല എന്ന് മാത്രമേ ഉള്ളൂ. വളരെ ഹറാമ് ചെയ്തു, വസീലയിൽ ശിർക്ക് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് കാരണം എന്താ? ഇവിടെ എന്റെ ഒച്ച കേൾക്കുന്ന ഇപ്പരിധിയിലുണ്ട് എന്നാണ് അയാളെ മനസ്സിലുള്ളത്. അപ്പോ മനസ്സിൽ അഖ്സാ ഗായത്തിൽ ഖുദൂഉ വതദല്ലുൽ വരുന്നില്ല. പിന്നെ ഇതിനൊക്കെ കൂടി ഇപ്പോ അനസ് മൗലവിയും കൂട്ടരും കണ്ടെത്തി എന്താണെന്നറിയോ? തൗബ ചെയ്യാ. ഈ കണ്ട കാലം ശിർക്കല്ല പ്രാർത്ഥനയല്ല എന്ന് പറഞ്ഞതിനെ മാറ്റി പറയാൻ വേണ്ടിയിട്ട് ജാമിഅയിൽ നടന്ന ആ മുഖാമുഖ നാടകത്തിൽ ഒരു തൗബ കേട്ടോളി. ഒന്നാമത്തെ തൗബന്റെ ക്ലിപ്പ് ഒരാളെ കൊണ്ട് ചോദിപ്പിക്കുകയാണ്.
അതായത് മൂവാറ്റുപുഴ സംവാദത്തിൽ വെച്ചത് ശിർക്കാന്ന് പ്രഖ്യാപിച്ചല്ലോ. അപ്പൊ MT വിഷൻ എന്ന് പറയുന്ന ഒരു കാസറ്റിന്റെ ഒരു പബ്ലിഷേഴ്സ് ഒരു കാസറ്റ് ഇറക്കി. അതിൽ അനസ് മൗലവി നിങ്ങൾ മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഹനീഫ മൗലവി നിങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അബ്ദുറഹ്മാൻ സലഫി നിങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വിജനപ്രദേശ സഹായതട്ടം എന്ന് പറഞ്ഞിട്ട് ഒരു CD MT വിഷൻ പുറത്തിറക്കി. അപ്പൊ അതിനെക്കുറിച്ച് കുട്ടികളെ കൊണ്ട് ചോദ്യം ചോദിപ്പിക്കുക. ജാമ്യ കേട്ടോളൂ. നേരത്തെ ഹനീഫ് മൗലവി പറഞ്ഞത് ആ MT വിഷൻ പുറത്തിറക്കിയ CD ആ വിഷയങ്ങൾ തിരുത്തിയതാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, അനസ് മൗലവി ശില്പശാല, കണ്ണൂർ ശില്പശാല എന്ന് ടൈറ്റിലുള്ള ഒരു പരിപാടിയിൽ വെച്ച് പറയുകയുണ്ടായി, ആ ലേഖനം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ജബ്ബാർ മൗലവിയുടെ അടുക്കൽ പോവുകയും രാവിലെ മുതൽ രാത്രി വരെ അവിടെ നിൽക്കുകയും അത് തിരുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ MT വിഷൻ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ക്ലിപ്പിലുള്ളത് ഈ ലേഖനം അനസ് മൗലവി വായിക്കുകയും ഇതിലെവിടെ ഷിർക്ക് എന്ന് ചോദിക്കുകയും അതുപോലെ തന്നെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ളത് എവിടെ എന്നൊക്കെ ചോദിക്കുന്നതായി ഞാൻ ക്ലിപ്പിലൂടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ MT വിഷൻ അത് പൊള്ളത്തരാണെങ്കിൽ അത് പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് നിജസ്ഥിതി എന്ന് മനസ്സിലാക്കിയാൽ കൊള്ളുന്നുണ്ട്. MT വിഷൻ പൊള്ളത്തരാണ് എന്ന് പറയേണ്ടതില്ല. നേരത്തെ പറഞ്ഞ പോലെ MT വിഷമാണ് എന്ന് പറയാം. ആ MT എന്താണ്? മാക്സിമം തെറ്റിദ്ധരിപ്പിക്കുക എന്നോ മുജാഹിദുകളുടെ തൗഹീദിൽ വിഷമിടുക എന്നോ ഒക്കെ വ്യാഖ്യാനിക്കാവുന്നതാണ്. അപ്പോ ഞാൻ ഇന്നലെ ഈ ചോദ്യം വന്നപ്പോൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഒരുപാട് മറുപടി ഉണ്ട്, എനിക്ക് ഒരുപാട് മറുപടി പറയാനുണ്ട്. അല്ല, ഒരു മറുപടി എന്താന്ന് ഫസ്റ്റ് പറയാം. ആദ്യം നമുക്കൊന്ന് സങ്കല്പിക്കാം. എന്താ സങ്കല്പിക്കേണ്ടത്? ജബ്ബാർ മൗലവി പറഞ്ഞതുപോലെ ജിന്നിനോട് സഹായം തേടൽ ശിർക്കല്ല എന്ന് വാദമുള്ള ആളായിരുന്നു ഞാൻ. അങ്ങനെ സങ്കല്പിച്ചോ? അതാണല്ലോ സമ്മതിക്കേണ്ടത്. അങ്ങനെ സങ്കല്പിക്കാം. അങ്ങനെ സങ്കല്പിച്ചാല് ഞാൻ പറയുന്നു, അങ്ങനെ എനിക്ക് വാദമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഹനീഫ് കായക്കൊടിക്ക് അങ്ങനെ വാദമുണ്ടായിരുന്നു എങ്കിൽ ഞങ്ങളോട് കേരളത്തെ ആദ്യത്തെ പണ്ഡിത സംഘടന കേരള ജംഇയ്യത്തുൽ ഉലമ ആ വിഷയത്തെ സംബന്ധിച്ച് പഠിച്ച് മനസ്സിലാക്കി ഞങ്ങൾക്ക് വിശുദ്ധ ഖുർആനിന്റെ ആയത്തോതി തന്ന് ഹദീസ് ഓതി തന്ന് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു അത് ശിർക്കാണ് എന്ന്. ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടു. ഞങ്ങൾ ഉറക്കെ പറയുന്നു, ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞതാണ് ശരി, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് തെറ്റാണ്. ഞങ്ങളെങ്ങനെ വാദിച്ചിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾ ചെയ്തത് തെറ്റാണ്. അത് ഖുർആനിനെതിരാണ്, ഹദീസിനെതിരാണ്, തൗഹീദിനെതിരാണ് എങ്കിൽ ഇത് ഞങ്ങൾ തുറന്നു പറയുന്നു. കണ്ടോ? ഇതുവരെ പറഞ്ഞ ഈ കണ്ട ക്ലിപ്പുകളൊക്കെ വിഴുകി. അതിനുവേണ്ടി ഒരു തൗബ. എന്താണ്? ഇത് ശിർക്കാണ്, തൗഹീദിനെതിരാണ്, ഖുർആനിനെതിരാണ് എന്ന് ജംഇയ്യത്തുൽ ഉലമ ഞങ്ങൾക്ക് പഠിപ്പിച്ചത്. ഞങ്ങൾക്ക് ആയത്ത് പഠിപ്പിച്ചു. ഏതാണ് ആയത്ത്? ഈ വൈക്ക് എവിടെയെങ്കിലും വരികയാണെങ്കിൽ അനസ് മൗലവിയോട് നിങ്ങൾ ചോദിക്കണം, ഏതാണ് ആ പുതിയ ആയത്ത്? 2012 ഇറങ്ങിയ പുതിയ ആയത്ത് ഏതാണ് ആ ഹദീസ് ജംഇയ്യത്തുൽ ഉലമ പഠിപ്പിച്ചെന്ന് നിങ്ങൾക്ക് രണ്ടാൾക്കും മാത്രം പഠിപ്പിച്ചാൽ മതിയോ? ജംഇയ്യത്തുൽ ഉലമ ആദ്യം ജംഇയ്യത്തിന്റെ മെമ്പർമാരെ വിളിച്ചു കൂട്ടിയിട്ട് കൗൺസിൽ വിളിച്ചിട്ട് ആദ്യം അവരെ പഠിപ്പിക്കുകയും. നിങ്ങൾ കൗൺസിൽ മെമ്പർമാര് മാത്രല്ലേ, ദഅവാ സമിതിയിലെ മെമ്പർ, എക്സിക്യൂട്ടീവിൽ പോലും ഇല്ലാത്തവരെ രണ്ടാളും. നിങ്ങൾ രണ്ടാളി മാത്രം കുസു എന്നാണ് ഒറ്റ കൊണ്ടുപോയി പഠിപ്പിച്ചതാ തന്നെ. KNMന്റെ കൗൺസിൽ വിളിക്കട്ടെ, അവരെ പഠിപ്പിക്കുകയും. ISMന്റെ കൗൺസിൽ വിളിക്കൂ, അവരെ പഠിപ്പിക്കൂ. അങ്ങനെ MSMന്റെ കൗൺസിൽ വിളിക്കൂ, അവരെ പഠിപ്പിക്കൂ. MGM വിളിക്കൂ, അവരെ പഠിപ്പിക്കൂ. എല്ലാരെയും പഠിപ്പിക്കണ്ടേ? ഒരു പുതിയ ആദർശം കൊണ്ടുവരുമ്പോൾ രണ്ടാളെ മാത്രം പഠിപ്പിച്ചിട്ട് ഓലിങ്ങനെ പറഞ്ഞു നടക്കുക. മറ്റുള്ളവരൊക്കെ തത്തമ്മയെ പൂച്ച എന്ന മാതിരി നമ്മളിങ്ങനെ തത്തമ്മയെ പൂച്ച ഏറ്റു പറയാ. ഞങ്ങളെ പഠിപ്പിച്ചു തന്നു, ഞങ്ങൾക്ക് കേരളത്തിൽ ആദ്യത്തെ പണ്ഡിത സംഘടന ആയത്തോതി തന്നു, ഹദീസ് വായിച്ചത്. ഏതാപ്പാ പുതിയ ആയത്ത്? ഏതാണ് ആ പുതിയ ഹദീസ്? ഇനി മൂപ്പര് കരയാണ്, ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്നിട്ട് തൗബയിലും കള്ളത്തരം. കണ്ടോളി. ഞാൻ പറയുന്നു ഞങ്ങൾ ജബ്ബാർ മൗലവിയുടെ വാദം ഞങ്ങൾ സ്വീകരിച്ചിട്ട് ജിന്നിനോട് തേടൽ ശിർക്കല്ല എന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ, എഴുതിയിട്ടുണ്ടെങ്കിൽ, രഹസ്യമായോ പരസ്യമായോ വാദിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ, റബ്ബിന്റെ മുന്നിൽ ഞങ്ങൾ തൗബ ചെയ്യുന്നു. അതൂബു ഇലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ പൊറുച്ചു തരണേ, ഞങ്ങൾ തൗബ ചെയ്യുന്നു, പരസ്യമായും രഹസ്യമായും. വാസ്ലഹു,
രണ്ടാമതല്ല ഞങ്ങളോട് പറഞ്ഞു നന്നാക്കാൻ. ഞങ്ങൾ നന്നാക്കുന്നു. ഞങ്ങളുടെ നിലപാട് ആ നന്നാക്കിയ നിലപാടെന്താ? ഞങ്ങൾക്ക് ജംഇയ്യത്തുൽ ഉലമ പഠിപ്പിച്ചു തന്ന നിലപാട് അതെന്താ? ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഭൗതികമായാലും അഭൗതികമായാലും, ആ ഭൗതികമായ വിഷയമാണെങ്കിലും ജിന്നോട് തേടുന്നത് ശിർക്കാണ് എന്ന ആ നിലപാട് ഞങ്ങൾ വ്യക്തമായി നന്നാക്കി വാസ്ലഹു പ്രഖ്യാപിക്കുകയാണ്. മൂന്നാമതായി ചെയ്യേണ്ടത് എന്താ? വബയ്യനൂ, നിങ്ങൾ മറ്റുള്ളവർക്ക് വ്യക്തമാക്കി കൊടുക്കൂ, വ്യക്തമായി പറയൂ, നിങ്ങളുടെ ആദർശം വ്യക്തമായി പറയൂ. ഞങ്ങൾ പറയുന്നു, ആരുടെ മുന്നിലും ഞങ്ങൾ ഈ ആദർശം പറയാൻ ഒരുക്കമാണ്, ആരുടെ മുന്നിലും ഇത് പറയാൻ വ്യക്തമാക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. വബയ്യനൂ, വ്യക്തമാക്കുക. ഫഉലൈക അതൂബു അലൈഹിം, അക്കൂട്ടർക്ക് തൗബയുണ്ടെന്ന് അല്ലാഹു പറയുകയാണ്. അക്കൂട്ടർക്ക് തൗബയുണ്ട്. വഅന തവ്വാബുർ റഹീം, അല്ലാഹു പറയാണ്, ഞാൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്, കരുണ ചെയ്യുന്നവനാണ്. ഞങ്ങൾ പ്രതികളായിക്കോളാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ ഞങ്ങൾ കാരണം എന്റെ ഒരു വാക്കുകൊണ്ട്, ഹനീഫ് കായിക്കോടെ ഒരു വാക്കുകൊണ്ട്, അബ്ദുറഹ്മാൻ സലഫിയുടെ ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യൻ വഴികേടിലാകരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാലോകത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. പക്ഷേ ഞങ്ങളൊരു കാര്യം പറയാം, തുറന്നു പറയാം, മനസ്സറിഞ്ഞുകൊണ്ട് പറയാം, ആ വിശ്വാസം ഞങ്ങളുടെ മനസ്സിലില്ല, ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല, ആ വിശ്വാസം ഞങ്ങൾ പോറിയിട്ടില്ല. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും അള്ളാഹു ഞങ്ങളുടെ ഹൃദയം അറിയുന്നവനാണ്. ഞങ്ങൾ ചെയ്ത ഒരു തെറ്റുണ്ട്, ലോകത്തോട് പറയാവുന്ന ഒരു തെറ്റ്. എന്താന്ന് ചോദിച്ചാൽ, ഇന്നലെ എന്നോട് ഒരാൾ ചോദിച്ചപ്പോൾ എനിക്ക് പറയാൻ നാവിലൊന്നും ഞാൻ പറഞ്ഞു, പക്ഷെ ഇന്ന് ഞാൻ പറയാ, നാറിയവനെ പേറിയോ എന്നൊരു സംശയം ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുണ്ട്. അതിപ്പോ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രയാസമൊക്കെ ഉണ്ടാവും. ആരാ നാറിയവൻ? ചില ആള് പറയുന്നത് അബ്ദുറഹ്മാൻ സലഫിയാണ്, ചില ആള് പറയുന്നത് ജബ്ബാർ മൗലവിയാണ്. നോക്കണം നിങ്ങൾ, തൗബയാണ് ഇപ്പത്. എന്താ തൗബ? ഇത്ര കാലം ശിർക്കല്ല എന്ന് പറഞ്ഞതിന് മാലോകരോടൊക്കെ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളതാപ്പത് മുഴുവൻ ഇവിടെ കാണിച്ചേ, ഇനി എത്ര കാണിക്കാണ്ട്? ഇതൊക്കെ ഒരു തൗബ കൊണ്ടാണ് മുണുങ്ങാന്നാ വിചാരിച്ചത്. കണ്ടോ, ജബ്ബാർ നാറിന്ന് വിളിച്ചിട്ട് രണ്ടാളിന്ന് കിതാബ് വെക്കുന്നുണ്ടാവും. ആലുവ സംവാദം കഴിഞ്ഞിട്ട് കൂടി അനീഫ പറയാണ്, മൗലവി നിങ്ങളാ എഴുതിയാൽ ശിർക്കില്ലാന്ന്. എനിക്ക് ബോധ്യ ആരായാലും ശിർക്കുണ്ട് എന്ന് പറഞ്ഞ്. കണ്ട കിതാബ് നോക്കണേ, ആ മനുഷ്യനെ നാറിന്ന് വിളിച്ചത് അല്ലേ? ഈ കഴിഞ്ഞ മൂവാറ്റുപുഴ സംവാദത്തിൽ പറഞ്ഞു, ആലുവ സംവാദത്തിൽ വെച്ച് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു ജബ്ബാർ മൗലവി ചെയ്ത് ശിർക്കാണ്. അപ്പൊ അയസന്നെയാണ് ചോദ്യം, അപ്പൊ തലശ്ശേരിയിലേക്ക് ആ മുശ്രിക്കിനെ കുട്ടിയാണോ നിങ്ങൾ വന്നത്? സുഹൃത്തുക്കളെ, തൗബ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? എന്താ തൗബയിൽ പറഞ്ഞത്? ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോടായി പറയണത്? പറയാ നിങ്ങൾ വ്യക്തമാക്കുക, നിങ്ങളെ ആശയം വ്യക്തമാക്കാൻ. അതല്ല ഇതിന്റെ അർത്ഥം. അതിന്റെ മേലെ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ, നാം അവതരിപ്പിച്ച വ്യക്തമായ തെളിവുകളും സന്മാർഗവും മറച്ചു വെക്കുന്നവർ, അവർ അല്ലാഹു ശപിക്കും, ശപിക്കുന്നവരൊക്കെ ശപിക്കും. അപ്പൊ നിങ്ങൾ മറച്ചു വെച്ചതെന്തോ അത് ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കണം എന്നാ പറഞ്ഞത്. അല്ല, ഞങ്ങൾ ആദർശം വ്യക്തമാക്കുന്നു എന്നല്ല. ബയ്യനൊരു 3 വട്ടം പറഞ്ഞോണ്ട് ശരിയാവോ? നിങ്ങൾ എന്താണ് ഇത്ര കാലം മറച്ചു വെച്ചത്? അത് ജനങ്ങളോട് പറയണം. എന്തിനാ നിങ്ങൾ മറച്ചു വെച്ചത് കഴിഞ്ഞ 5 കൊല്ലം? അത് നിങ്ങൾ ജനങ്ങളോട് പറയണം. വാസ്ലഹൂ, നിങ്ങളെ നിലപാട് നന്നാക്കണം. നിലപാട് നന്നാക്കിയ ഞങ്ങൾ ഇത് പഠിപ്പിച്ചോ നാറിയാണ് എന്ന് പറയല തന്നെ. ഇത്ര കാലം ഈ വാദപ്രതിവാദത്തിലൊക്കെ കൊണ്ടു നടന്ന ആള് നാറിയായിരുന്നു. ആ നാറിയവനെ പേറിയെന്നാ ഞങ്ങൾക്കുള്ള കുറ്റം. ഞങ്ങൾക്കും അബ്ദുൽ ജബ്ബാർ മൗലവിക്കും ഈ ആദർശം കേട്ട് ആരെങ്കിലും പഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്കും പുറത്തേറട്ടെ എന്നല്ലേ പറയേണ്ടത്? അതിനിടയിൽ മുപ്പര് വേറൊരു കളി എന്താ അറിയോ? ഞങ്ങൾ ഈ വിശ്വാസം ഒരിക്കലും മനസ്സിൽ പേറിയിട്ടില്ല. അപ്പൊ അത് പിന്നെയും വൈരുദ്ധ്യായി. 2007 ഏപ്രിൽ എഴുതിയിട്ട് 2012 വരെ ന്യായീകരിച്ചിട്ട് ഇപ്പൊ പറയാണ് ഞങ്ങളെ മനസ്സിലില്ലാത്ത ഞങ്ങൾ ന്യായീകരിച്ചത്. അപ്പൊ അത് ശിർക്കാണെന്നാ ഞങ്ങളെ മനസ്സിലുള്ളത്. ജനങ്ങളോട് പറയാ, അതിലിവിടെ ശിർക്കല്ല, അബോധികമല്ല, കാര്യകാലത്തിന് അതീതമല്ല, അതിലെന്താ തെറ്റ്? ജനങ്ങളോട് ചോദിക്കും. ഉള്ളിലോ ശിർക്ക് തന്നെയാണ്. അമ്പലക്കടവിനോട് പറയാ കളവ്, കൂട്ടിമാറ്റാണ്, കുബൂരി, മടവൂരി. മനസ്സിലോ ശിർക്ക് തന്നെയാണ്. ചെന്ത് കാപട്യ ഇങ്ങനെയുണ്ട് ഒരു തൗബ. പച്ച മുനാഫിക്ക് നെറ്റിമ എഴുതിയൊക്കെ പണിയല്ലത്. സുഹൃത്തുക്കളെ, ഇങ്ങനെ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരാദർശം രണ്ടാളങ്ങ് ഏറ്റെടുത്തിട്ട് അവരങ്ങ് തിരുത്തുക, എന്നിട്ട് ഓരങ്ങോട്ട് കരയുക, ഓരങ്ങോട്ട് തൗബയ്യ, എന്നിട്ട് എല്ലാവരും ഒന്ന് സ്വീകരിക്കുക. എവിടുന്ന് കിട്ടിയതാ അത്? ഇപ്പൊ എന്നിട്ട് പറഞ്ഞ് എവിടെ എത്തിയെന്നറിയങ്ങളെ?
കോട്ടി മാറ്റി സ്വന്തം ക്ലിപ്പ് വരെ കട്ടുമുറിക്കുന്ന അവസ്ഥ എത്തി. ഇത് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാണ്. സാലിം ക എന്ന് പറയുന്ന NV മുഹമ്മദ് സാലിം NV അബ്ദുസ്സലാമിന്റെ അനുജന്റെ മകൻ, നിച്ച് ഓഫ് ട്രൂത്തിന്റെ തുടക്കക്കാരൻ, അദ്ദേഹം ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ ഒരു ലേഖനം നെറ്റിൽ എഴുതിയിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗം മാത്രം അയാൾ വായിക്കാണ്. ആര് വായിക്കുന്നു? അനസ് മൗലവി വായിക്കാണ്. വായിക്കുന്നത് എന്താണെന്നറിയോ? ഇതാ ശൈഖ് ഉസൈമീൻ അദ്ദേഹത്തിന്റെ ശറഹുൽ അഖീദത്തു സഫാരീനിയ എന്ന ഗ്രന്ഥത്തിലും അതുപോലെ ശൈഖ് മുഖ്ബിൽ അദ്ദേഹത്തിന്റെ തുഹഫത്തുൽ മുജീബ് എന്ന ഗ്രന്ഥത്തിലും 2 നിബന്ധനയോടുകൂടി ജിന്നുകളോട് സഹായം ചോദിക്കാമെന്ന് പറയുന്നുണ്ട്. അവ 1 ഹറാമായ കാര്യത്തിനോ 2 ഹറാമായ മാർഗത്തിലൂടെയോ ആവരുത് എന്നുള്ളതാണ്. ഇതാണ് വായിക്കും. വായിച്ചിട്ട് പറയും, കണ്ടോ പുളിക്കെത്ര പറഞ്ഞ 2 ജിന്നോട് സഹായം ചോദിക്കാൻ എത്ര പറഞ്ഞ കേട്ടു നിങ്ങള് ഇങ്ങനെ ചോദിക്ക. നാടൻ സർക്കസേര മാതിരിയാ. ഈ നാട്ടിൻപുറത്തെ സർക്കസേര് വരും. എല്ലാരും കൈയടിച്ചാട്ടെ, അപ്പൊ കുട്ടികളെ കൈയടിക്കും. ആരാ എൻ്റെ അമ്മ മറ്റേ മക്കളൊക്കെ ജയ് എന്ന് വിളിച്ചാട്ടെ, അവെല്ലാരും ജയ് എന്ന് വിളിക്കും. ഈ ജാതിയ വരെ മുഖാമുഖം ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കാം. നിങ്ങൾ ഉറങ്ങ മിണ്ടില്ലേ ഒച്ചല്ലേ, ഉറങ്ങാൻ പറയും, ഇങ്ങനെ പറയിപ്പിക്ക. അങ്ങനെ ഇതുകൊണ്ട് വായിക്കും. 2 ഫർള് എന്തിന്? എന്നോട് സഹായം ചോദിക്കാൻ. നോക്കി നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ജന്നുകളോട് സഹായം ചെന്നിട്ടോ കള്ളുടിക്കാനൊന്നും ആകരുത്, ഹറാമായ കാര്യത്തിനാകരുത്. പിന്നെ അനീഫ് കായക്കൂടി പറയാ, വ്യഭിചാരത്തിനൊന്നും ആകരുത്, ഒരു പെണ്ണിനെ കൊണ്ടുവന്നൊന്നും ജന്നിനോട് പറയാൻ പറ്റൂല എന്നൊക്കെ പരിഹസിച്ചിട്ട് വായിക്കുക. അതിന്റെ ബാക്കി എന്താണെന്നറിയോ? ഇങ്ങനെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ട്